നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ വിശ്വാസം, ഇവയിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടിവന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? സോണിയയെ സംബന്ധിച്ചിടത്തോളം ഇത് സാങ്കല്പികമായിരുന്നില്ല. താൻ ഒരു ക്രിസ്ത്യാനിയാകുമെന്ന് അവൾ പിതാവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കുടുംബത്തോട് അവൾ മരിച്ചതായി പ്രഖ്യാപിച്ചു. അത്ഭുതകരമായ രോഗശാന്തി അനുഭവിച്ചതിനുശേഷം സോണിയ ഒരു ക്രിസ്ത്യൻ ഹോസ്റ്റലിൽ വിശ്വാസം കണ്ടെത്തി. അവൾ അത് വർഷങ്ങളോളം രഹസ്യമായി സൂക്ഷിച്ചു. ഛത്തീസ്ഗഡിലെ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടി അവളുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. ആരോ ഒരു ബൈബിൾ നിലത്തെറിഞ്ഞ് അതിൽ ചവിട്ടാൻ ആവശ്യപ്പെട്ടു. അവൾ വിസമ്മതിച്ചു. അവളുടെ അച്ഛൻ അവളെ അടിച്ചു. അവിടെ തന്നെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തി. ഒരു മൺപാത്രം പൊട്ടിച്ച് കൈകൾ കഴുകി അവൾ മരിച്ചതായി കുടുംബത്തോട് പ്രഖ്യാപിച്ചു. ആ രാത്രിയിൽ സോണിയയെ ഗ്രാമത്തിൽ നിന്ന് നാടുകടത്തി. അതിനുശേഷം അവളുടെ കുടുംബം അവളെ ബന്ധപ്പെട്ടിട്ടില്ല. അവൾക്ക് വീട് നഷ്ടപ്പെട്ടു, അവളുടെ കുടുംബം, അവൾക്കറിയാവുന്നതെല്ലാം. പക്ഷേ അവളുടെ പിതാവിനെ എടുത്തുകളയാൻ കഴിയാത്ത ഒന്ന് അവൾ കണ്ടെത്തി. യേശുവിന്റെ സ്നേഹത്തേക്കാൾ ഉയർന്ന സ്നേഹമില്ല, സോണിയ പറയുന്നു. ജീവിതം ദുഷ്കരമാകുമ്പോൾ നിങ്ങളെ നിലനിർത്തുന്നത് എന്താണ്? മറ്റെല്ലാം അനിശ്ചിതത്വത്തിലാകുമ്പോൾ നിങ്ങൾ ഏത് സ്നേഹത്തിലാണ് പറ്റിനിൽക്കുന്നത്? സോണിയയെ സംബന്ധിച്ചിടത്തോളം അത് യേശുവിന്റെ സ്നേഹമാണ്. അവളുടെ ഏറ്റവും ഇരുണ്ട നിമിഷത്തിൽ അവളെ കണ്ടുമുട്ടിയതും ഒരിക്കലും ഉപേക്ഷിക്കാത്തതുമായ ഒരു സ്നേഹം.